സ്റ്റേഷനിലെ മൂന്നാം മുറയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂര പീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് വി.ഡി. സതീശൻ. വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തത്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ തിരക്ക്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി.എസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിടയാക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് കവചമൊരുക്കി പോലീസ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത്. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും 1 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. IPC 323 കൈകൊണ്ടടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അതേസമയം സംഭവത്തിൽ 2 ശിക്ഷ പറ്റില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. 4 പോലീസുകാരുടെയും പ്രമോഷൻ 3 വർഷത്തേക്ക് തടഞ്ഞു. ഇൻക്രിമെന്റ് 2 വർഷത്തേക്ക് തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വകുപ്പ് തല നടപടി സാധ്യമല്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. തുടർ നടപടി കോടതി തീരുമാനപ്രകാരം മതി എന്നുമാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതേസമയം പോലീസ് കസ്റ്റഡി മർദ്ദനം ശരിവെച്ച് അന്വേഷണ റിപ്പോർട്ട്. കുന്നംകുളം പോലീസിന്റെ ഇടി അന്നേ കണ്ടെത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷിച്ചു. SI ന്യൂമാൻ, സീനിയർ CPO ശശിധരൻ, CPOമാരായ സന്ദീപ്, സജീവ് എന്നിവർ യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ ടൈം, തൃശൂർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ സമാനതകളില്ലാത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂരപീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സൂരജനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട്, ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത്. മർദ്ദിച്ചിട്ടും മതിവരാത്ത അയാൾ ഒരു തെറ്റും ചെയ്തില്ല. കള്ളക്കേസിൽ കുടുക്കി. അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അഴിച്ചുവിട്ടത്. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. ഇതൊരു പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ്. അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടുകൂടി. നബിദിനത്തെ വരവേൽക്കാനായി നാടൊരുങ്ങി. വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിക്കും. നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മദ്രസകളിലും മസ്ജിദുകളിലും നബിദിനത്തെ വരവേൽക്കാനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായ പരിപാടികളോടെയാണ് കയ്പമംഗലം ചളിങ്ങാട് നബിദിനം ആഘോഷിക്കുക. ഗ്രാമവീഥികളെല്ലാം വൈദ്യുതി ദീപാലങ്കാരം കൊണ്ടും വർണ്ണ അരങ്ങുകൾ കൊണ്ടും തോരണമൊരുക്കിയിട്ടുണ്ട്. കാക്കത്തുരുത്തി ബദർ മസ്ജിദ്, ചളിങ്ങാട് ഒറ്റത്തൈ മസ്ജിദ്, ചളിങ്ങാട് മസ്ജിദ്, ചിറക്കൽ പള്ളി തുടങ്ങി 5 കിലോമീറ്ററോളം ദൂരം വർണ്ണാഭമായ വൈദ്യുതി ദീപാലങ്കാരമാണ് ഒരുക്കിയിട്ടുള്ളത്.
വിവിധ പള്ളികളുടെ മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട്. ദീപാലങ്കാരം കാണാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. യുവാക്കളുടെ കൂട്ടായ്മയും ക്ലബ്ബുകളുമാണ് അലങ്കാരങ്ങളും മറ്റു പരിപാടികളും ഒരുക്കിയിട്ടുള്ളത്. നബിദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരാനന്തരം മൗലിദ് പാരായണം നടക്കും. ഇതിനുശേഷം മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും കുട്ടികളുടെ നബിദിന റാലിയും നടക്കും. ദഫ്മുട്ട്, സ്കൗട്ട്, അറബനമുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും. നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മീഡിയ ടൈം, കയ്പമംഗലം. തിരുവോണത്തിന് സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ തിരക്കാണ്. ഉത്രാട ദിനത്തിൽ ഉച്ച കഴിഞ്ഞാൽ ഉത്രാടപ്പാച്ചിലിനേറെ തീവ്രത കൂടും. ഉത്രാടപ്പാച്ചിലിലാണ് മലയാളികൾ. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പച്ചക്കറിക്കടകളിലും വസ്ത്രശാലകളിലുമാണ്. ഫുട്പാത്തുകളിലെ കച്ചവടത്തിനും മാർക്കറ്റ് ഏറെയാണ്. ഉത്രാട ദിവസം പച്ചക്കറിക്ക് വില കൂടുതലാണെങ്കിലും തിരുവോണത്തിന് മലയാളികൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഓണക്കാലത്തെ കച്ചവട ലാഭത്തെക്കുറിച്ചാകട്ടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കച്ചവടക്കാർക്ക്. ഓണം കളർഫുള്ളാകണമെങ്കിൽ പൂക്കളം വേണം. എന്നാൽ ഒറിജിനൽ പൂക്കളോട് മത്സരിക്കാൻ പ്ലാസ്റ്റിക് പൂക്കളും വിപണിയിലുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴയ പഴഞ്ചൊല്ല്. എന്നാൽ ഓണക്കോടിയില്ലാതെ എന്ത് ഓണം എന്നാണ് ന്യൂജൻ പഴഞ്ചൊല്ല്. ട്രെൻഡി ഓണത്തിന് ട്രെൻഡി വസ്ത്രങ്ങളാണ് വിപണിയെ ഭരിക്കുന്നത്. മീഡിയ ടൈം, മാള. നാളെ തിരുവോണമാണ്. പൂക്കളാൽ അലങ്കൃതമായി തൃക്കാക്കരയപ്പനെ വെച്ചാരാധിച്ച് മാവേലി മന്നനെ സ്വീകരിക്കുന്ന ദിനം. ഓണത്തിനൊരുക്കുന്ന പൂക്കളിലുമുണ്ട് വ്യത്യസ്തത. നമ്മുടെ വീടിന് പരിസരത്തുള്ള മുക്കുറ്റിയെക്കുറിച്ചുള്ള അല്പം വിശേഷങ്ങൾ അറിയാം. ഓണപ്പൂക്കളിൽ ഏറ്റവും ആവശ്യം വേണ്ട പൂവാണ് മുക്കുറ്റി. എന്നാൽ ഇന്ന് മുക്കുറ്റി എന്നത് നാട്ടിൻപുറങ്ങളിൽ മാത്രം അപൂർവമായി കണ്ടുവരുന്നതാണ്. പൂക്കളത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഈ സുന്ദരിക്ക്. എന്നാൽ ഇന്ന് ഈ സ്ഥാനമെല്ലാം മാർക്കറ്റ് പൂക്കൾ കൈയടക്കി. നമ്മുടെ മുറ്റത്തും തൊടിയിലുമെല്ലാം നിലത്തോട് ചേർന്നു പടർന്നു വളരുന്ന മുക്കുറ്റി ചെടി അറിയാത്തവർ ആരുമുണ്ടാകില്ല. എന്നാൽ ഈ ചെടിയെ അറിയാമെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ വഴിയില്ല. സാധാരണ സസ്യം എന്ന ഗണത്തിനാണ് ഇതിനെ പലരും കാണാറും. ചെറിയ മഞ്ഞപ്പൂക്കളുള്ള ഈ സസ്യം സ്ത്രീകൾക്ക് പ്രധാനമാണെന്ന് വേണം പറയാൻ. തിരുവാതിരയ്ക്ക് ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. ഇത്തരം ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി. ഇതുപോലെ കർക്കിടക മാസം ആദ്യത്തെ 7 ദിവസം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് പൊട്ടുതൊടുക എന്നൊരു ചടങ്ങുമുണ്ട്. പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഇത്. മുക്കുറ്റി സ്ത്രീകൾ തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലത്, പുത്രലബ്ധി തുടങ്ങിയ പല വിശ്വാസങ്ങളുമുണ്ട്. ഇതെല്ലാം വെറും ചടങ്ങുകൾ മാത്രമല്ല, ആരോഗ്യപരമായ ശാസ്ത്ര വിശദീകരണങ്ങൾ ഏറെയുള്ളവയാണ്. മുക്കുറ്റി സ്ത്രീകൾ നെറ്റിയിൽ അരച്ചു തൊടുന്നതിനു പുറകിൽ പോലും ശാസ്ത്രീയമായ സത്യമുണ്ട്. പൊട്ടുതൊടുന്ന ആ ഭാഗം നാഡികൾ സമ്മേളിക്കുന്ന ഇടമാണ്. ഇവിടെ മുക്കുറ്റി തൊടുമ്പോൾ ഈ ഭാഗം ഉത്തേജിതമായി ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ശരീരത്തിന് രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു. മുക്കുറ്റിയെ ഇത്തരം ചടങ്ങുകൾക്ക് മാത്രമുള്ള സസ്യമായി കാണരുത്. ആരോഗ്യത്തിന് പലതരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഇത്. സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണിത്. ഒന്നല്ല, പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണിത്. ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത, പിത്ത, കഫ ദോഷങ്ങൾ അകറ്റാൻ ഏറെ ഗുണകരം. ആയുർവേദ പ്രകാരം ഈ 3 ദോഷങ്ങളാണ് ശരീരത്തിൽ അസുഖങ്ങൾക്ക് ഇടവരുത്തുന്നത്. ഇത് ബാലൻസ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കുമ്പോൾ അസുഖങ്ങൾ ഒഴിയും. ഇതുവഴി മുക്കുറ്റി ഏറെ ഗുണം നൽകുന്നുമുണ്ട്. ശരീരം തണുപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ശരീരത്തിന് ചൂട് കൂടുമ്പോൾ വയറിന് അസ്വസ്ഥതയുൾപ്പെടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. മുക്കുറ്റി രോഗശമനിയാകുന്നത് ഏതെല്ലാം രോഗങ്ങൾക്ക് എന്തെല്ലാം വിധത്തിൽ എന്നതിനെ കുറിച്ചെല്ലാം അറിയൂ. മുറ്റത്തെ ഈ കൊച്ചു ചെടിയിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും. നിവേദിച്ച പുത്തരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. 11 മണിക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് കാലത്ത് 7:30 ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി നാരായൺ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നു.
8 മണിക്ക് കല്ലൂർ ജയന്റെ പ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വടക്കേനടയിൽ ദീപസ്തംഭത്തിന് സമീപം തൂശനിലയിൽ അരിമാവണിഞ്ഞ് നിറപറയുടെയും 5 തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിന്റെയും സാന്നിധ്യത്തിൽ കാഴ്ചക്കുല സമർപ്പണവും നടന്നു. പുത്തരി നിവേദ്യത്തിന് 4 വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പിള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖുനാദത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പാക്യാട് രാജേന്ദ്രൻ നമ്പൂതിരി പ്രത്യേകം പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു. നിവേദിച്ച പുത്തരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. 11 മണിക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു. 2000-ലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ കെ വിനോദ്, സത്യധർമ്മൻ അടികൾ, കോവിലകം പ്രതിനിധി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ N ശങ്കറിന്റെ കാറിൽ വിജിലൻസ് റെയ്ഡ്. കാറിൽ നിന്നും 7 കുപ്പി വിദേശ മദ്യവും 50,640 രൂപയും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എക്സൈസ് ഇൻസ്പെക്ടറെ കുടുക്കിയത്. വ്യാഴാഴ്ച പകൽ 11 മണിയോടെ ചിറങ്ങരയിൽ വെച്ചാണ് വിജിലൻസ് സംഘം കാർ തടഞ്ഞത്. കാറിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ സുഹൃത്തുക്കളും ഇരിഞ്ഞാലക്കുട സ്വദേശികളുമായ ഫൈസൽ, ജമാൽ എന്നിവരുമുണ്ടായിരുന്നു. ഓണം ആഘോഷിക്കാനായി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എക്സൈസ് ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടിയത്. ഇൻസ്പെക്ടറെ കുറിച്ച് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങളായി വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. നാട്ടിലേക്ക് പോകുമ്പോൾ പണവും ബാറുകളിൽ നിന്നും ശേഖരിക്കുന്ന മദ്യവും കടത്തുന്നത് എക്സൈസ് ഇൻസ്പെക്ടറുടെ പതിവാണെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ പ്രവാസിയായ സുഹൃത്ത് എയർപോർട്ടിൽ നിന്നും നിയമപരമായി വാങ്ങിയതാണ് മദ്യമെന്നും പണം തന്റേതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിടിയിലായ സംഘത്തെ വിട്ടയച്ചു. തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ, ശെൽബകുമാർ, വിബീഷ്, സിബിൻ, സൈജു സോമൻ, രതീഷ് എന്നിവരുമുണ്ടായിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുഴൂർ വാദിക സാംസ്കാരിക വേദിയുടെ 9ാമത് നാടകരാവ് സെപ്റ്റംബർ 7 മുതൽ 13 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 9ാമത് നാടകരാവ് സെപ്റ്റംബർ 7 മുതൽ 13 വരെ കുഴൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള MT വാസുദേവൻ നായർ നഗറിൽ വേദിയിൽ പ്രിയപ്പെട്ട ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യുന്നു. കുഴൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന നാടകരാവിന്റെ ഉദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിക്കും. വനിതാ വേദി അംഗങ്ങളുടെ പ്രവർത്തന മേഖല വിപുലമാക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള വാദിക വനിതാ വേദിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിർവഹിക്കും. പത്രസമ്മേളനത്തിൽ TS പുഷ്പൻ, സേതുമോൻ ചിറ്റേത്ത്, PR അജിത് കുമാർ, ജോയ് വാഴപ്പിള്ളി, KV പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പുലയർ മഹാസഭ മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി അവിട്ടാഘോഷം 2025 സെപ്റ്റംബർ 6 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം അവിട്ടം നാളിലെ സെപ്റ്റംബർ 6 അവിട്ടം നാളിലെ അവിട്ടാഘോഷമായി കേരളത്തിൽ 109 കേന്ദ്രങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഒരേ സമയം ഒരേ രീതിയിൽ സമുചിതമായി ആചരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ 10 തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ 10 തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുകളിൽ ജയന്തി ആഘോഷം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും റവന്യൂ മിനിസ്റ്റർ ഒഴികെ കേരളത്തിലെമ്പാടുമുള്ള ഈ പ്രോഗ്രാമുകളിൽ മുഴുവൻ മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മികവ് പുലർത്തുന്ന ആളുകളുമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്.
പതാക ഉയർത്തൽ, ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, സർഗസന്ധ്യ എന്ന രീതിയിലാണ് അവിട്ടാഘോഷം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ വി ബാബു, സെക്രട്ടറി BS ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം ശാന്തഗോപാലൻ, യൂണിയൻ കമ്മിറ്റി അംഗം ആശുതോഷ് എന്നിവർ പങ്കെടുത്തു. സേവാഭാരതി മാളയിൽ ഓണാഘോഷം നടത്തി. സേവാഭാരതി മാള സമിതിയുടെ നേതൃത്വത്തിൽ അണ്ണല്ലൂർ ആനപ്പാറ സേവാഗ്രാമത്തിൽ വെച്ച് നടന്ന ഓണാഘോഷത്തിൽ സേവാഗ്രാമത്തിലെ 60 വയസ്സിന് മുകളിലുള്ള 50ഓളം വയോജനങ്ങൾക്ക് ഓണക്കോടി വിതരണം നടത്തി. മാള സമിതി പ്രസിഡന്റ് ബിജു MS അധ്യക്ഷത വഹിച്ച ആഘോഷം സേവാഭാരതി തൃശൂർ ജില്ലാ സെക്രട്ടറി ആദർശ് പനമ്പിള്ളി ഓണക്കോടി വിതരണം ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാള സേവാഭാരതി ഇവിടെ നമ്മൾ ദത്തെടുത്തിട്ടുള്ള സേവാഗ്രാമത്തിൽ ഓണക്കോടി വിതരണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനിയുള്ള ഈ സമയങ്ങളിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെയുള്ള മുതിർന്ന പൗരന്മാരായിട്ടുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികൾക്കും ഓണക്കോടി വിതരണം ചെയ്യാനാണ് മാള സേവാഭാരതി നിശ്ചയിച്ചിട്ടുള്ളത്. സേവാഭാരതി മാള യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ AR, അന്നമനട ഗണ്ട് സേവ പ്രമുഖ് സാഗർ PR, വിനോദ് തറയിൽ എന്നിവർ സംസാരിച്ചു. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യമിത്ര പദ്ധതി ഇവിടെ സൗജന്യമായിട്ട് അവരുടെ വീടുകളിൽ പോയി നമ്മൾ അവരുടെ രക്തം, ഷുഗർ, അതേപോലെ പ്രഷർ ഒക്കെ നോക്കുന്ന ഒരു സംവിധാനം, സ്ഥിരം സംവിധാനം എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. കൂടാതെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ മാള പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും എത്തിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അന്നമനട പോഴോലിപ്പറമ്പിൽ റോഡ് ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവിൽ ടൈൽ വിരിച്ചു മനോഹരമാക്കിയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം VR സുനിൽകുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിന്ധു ജയൻ, TK സതീശൻ, KA ഇക്ബാൽ, മഞ്ജു സതീശൻ, KK രവി നമ്പൂതിരി, KA ബൈജു, ഷിജന, ജോബി ശിവൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂര് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിനെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അന്നമനട സെന്ററിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ സദസ്സ് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. അന്നമനട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആനപ്പാറ, ചന്തു പള്ളിയിൽ, ഹഫീസ് കാസിം, പ്രശാന്ത്, ശിവൻ മിഥുൻ, മുരളീധരൻ, അഖിൽ പോൾ, പഞ്ചായത്ത് മെമ്പർ ഷിജു എന്നിവർ പ്രസംഗിച്ചു. കൊരട്ടിയിൽ ഗൃഹനാഥനെ വീടുകയറി ആക്രമിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മേലൂർ കുന്നപ്പള്ളി സ്വദേശികളായ നന്ദിപ്പുലത്ത് വീട്ടിൽ വിമൽ, കൈതടം വീട്ടിൽ പ്രവീൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷം മുമ്പ് വിമൽ പട്ടിയുമായി ഗൃഹനാഥന്റെ വീട്ടിൽ വന്നപ്പോൾ വിമലിനെ ഇറക്കി വിട്ടിരുന്നു. ആ സംഭവത്തിന്റെ വൈരാഗ്യത്തിലാണ് വിമൽ പ്രവീണുമായി വന്ന് പരാതിക്കാരനെ ആക്രമിച്ചത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SHO അമൃതരംഗൻ, SIG ASI ഷീബ, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ഓൺലൈനിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് 8.5 ലക്ഷത്തിനു മേൽ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലും ഒരു കൊലപാതക കേസിലും 2 വധശ്രമ കേസിലും പ്രതിയായ സലീഷ് റിമാൻഡിൽ. മതിലകം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചന്ദന വീട്ടിൽ ഡാച്ചു എന്നയാളുടെ ടെലഗ്രാം അക്കൗണ്ടിലേക്ക് സന്ദേശം അയച്ച് 8,67,740 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അഴിക്കോട് പുത്തൻപള്ളി സ്വദേശി മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ അപ്പുമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SI-മാരായ കശ്യപ്പൻ, സാലിം K, GAASI അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്.
സ്കൂൾ കുട്ടികൾക്കായി വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് അറസ്റ്റിലായ 2 പ്രതികൾ റിമാൻഡിലായി. മേലൂർ സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റു വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കൂവക്കാട്ടുകുന്ന് സ്വദേശികളായ മാന്തട്ടിൽ വീട്ടിൽ ഹരിസുധൻ, ചെമ്പിക്കാടൻ വീട്ടിൽ വിഷ്ണുവർദ്ധൻ എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഹരിസുധൻ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 മോഷണ കേസിൽ പ്രതിയാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികളുടെ ഓണാഘോഷവും നബിദിനാഘോഷവും സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം ഗദീജ പുതിയ വീട്ടിൽ, CDS ചെയർപേഴ്സൺ TK റസ്മിയ, രേഖ രാമകൃഷ്ണൻ, KA കല, ജിത ശ്രീരാജ്, RP-മാർ, CDS മെമ്പർമാർ, ബാലസഭാ കുട്ടികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീവ്രവാദ ക്യാമ്പിൽ പോലും കാണാത്ത ക്രൂര പീഡനമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് VD സതീശൻ. VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ്. പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തത്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. കടകമ്പോളങ്ങളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ തിരക്ക്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.